നമ്മൾ പൊതുവേ ഈ ആർട്ടിസ്റ്റുകൾക്ക് പൈസ കൊടുക്കാൻ മടിയാണ്. ഫോട്ടോഗ്രാഫേഴ്സ്, പിന്നെ ഈ ചിത്രം വരയ്ക്കുന്നവർ മുതൽ വയലിനിസ്റ്റുകൾ, എന്തൊക്കെ. ഹായ്, നമസ്കാരം. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു വിഷമമുള്ള കാര്യം പറയാനാണ്. നമ്മുടെ ഐഷക്കുട്ടി വന്നിരുന്നു പ്രോഗ്രാമിന്. ആശാനും പിള്ളേരും. ഐഷ അറിയാലോ, ജൂനിയർ അഭിഷാദ് എന്നൊക്കെയായിരുന്നു അവളുടെ പേര്. ഗംഭീര പെർഫോമൻസ് ആണ് അവൾ. പലരും എൻ്റെ പ്രൊഫൈലിൽ നിന്നും അവളെയും അവളുടെ പ്രൊഫൈലിൽ നിന്ന് എന്നെയൊക്കെ കണ്ടവരുണ്ട്. ഇവള് ഞാൻ ശ്രദ്ധിക്കുന്നത് ജൂനിയർ അഭിഷാദ് എന്നൊക്കെ വിളിച്ച് പലരും എന്നെ വിളിച്ചിട്ട് പറയണേ, എൻ്റെ വീഡിയോ ഇവള് വോയിസ് ഓവർ ചെയ്തിട്ട് ഗംഭീരമായിട്ട് ആക്ട് ചെയ്യും. പലരും എന്നെ വിളിച്ചു, അഭിഷാദെ നിന്നേക്കാൾ നന്നായിട്ട് ചെയ്യുന്നൊരു കുട്ടിയുണ്ട്, ഇപ്പം ഞാൻ അവളുടേതാണ് കാണുന്നത് എന്ന്. അവസാനം എൻ്റെ ആശാൻ വരെ വിളിച്ചു പറഞ്ഞു, മോനെ ഇതിൻ്റെ ഒരു ഗുണം വെച്ചാൽ നിന്റെ കണ്ടന്റ് കിട്ടും, നിന്റെ മോന്ത കാണുകയും വേണ്ട. ഞാനൊരു ക്ലാസ്സിൽ പറയണ്ടേ, ഐഷക്കുട്ടിയുടെ വരുമാനം കൊണ്ട് ഇവർ വീടൊക്കെ വെച്ചു എന്ന് പറയും. ഐഷ മാത്രമല്ല, രണ്ട് വേറെയും സഹോദരന്മാരുണ്ട്, അവരും ആക്ട് ചെയ്യുന്നുണ്ട്. അടിപൊളി ടീമാണ്. അവർ പുതിയ വീട് വെച്ചു, അപ്പോൾ ഐഷ വരുമാനം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു. ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഇവരായിട്ട് സംസാരിക്കാൻ സമയം കിട്ടി. അപ്പോൾ ഐഷയുടെ ഫാദർ പറഞ്ഞേ, സാറേ പിന്നെ വരുമാനമൊന്നും നമുക്ക് പൊതുവെ സത്യം പറഞ്ഞാൽ കിട്ടിയില്ല, പലരും പറ്റിക്കാണ് സാർ. അയാൾ പറഞ്ഞൊരു ഡയലോഗ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 2025-26 ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്കൂൾ ആനിവേഴ്സറി ഉദ്ഘാടനം ചെയ്തത് ഐഷ ആയിരിക്കും. പക്ഷേ 99% പേരും ഒരു രൂപ പോലും കൊടുത്തില്ല എന്ന്. എല്ലാവരും ഈ പൊന്നാട കൊടുക്കുന്നു, പിന്നെ കുറേ ട്രോഫി കൊടുക്കുന്നു. ഈ ട്രോഫി ഞാൻ പണ്ട് കുറേ വാങ്ങിച്ചാണ് ഈ ട്രോഫിയൊക്കെ. ഈ ട്രോഫി കൊണ്ടുപോയി വെട്ടിപ്പൂ കീറിയിട്ട് അടുപ്പിൽ വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പൊന്നാട കൊണ്ട് വല്ല കാര്യമുണ്ടോ? പൊന്നാടേ, പേരിലെ പൊന്നാടോ. അപ്പോൾ പാവങ്ങൾ അവസാനം ഐഷക്കുട്ടിയുടെ പിന്നെ ഐഷക്കുട്ടിയുടെ ടീച്ചർ തന്നെ പലർക്കും വിളിച്ചിട്ട് നിങ്ങൾ പൈസ കൊടുക്കണം എന്ന് പറയണ്ടായി. ഞാൻ ഈ വിഷയം പറയാനാണ് ഈ വീഡിയോ. കുറച്ച് ലെങ്ത് ഉണ്ടാവും, കാരണം ഇത് വല്ലാത്തൊരു പ്രശ്നമാണ് പലർക്കും. ഇതിൽ കൺസേൺ ആയിട്ടുള്ള ആളുകൾക്ക്. നമ്മൾ പൊതുവേ ഈ ആർട്ടിസ്റ്റുകൾക്ക് പൈസ കൊടുക്കാൻ മടിയാണ്. ഈ ഗിഗ് പെർഫോമൻസാണ് പറയുക. അതായത് 1-2 ദിവസത്തിന് അല്ലെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂറിന് നമ്മൾ വിളിക്കുന്ന ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ എൻ്റർടൈനർ അല്ലെങ്കിൽ അങ്ങനത്തെ വർക്കുകൾ, ഒരുപാട് അങ്ങനത്തെ വർക്കുകൾ ഏതൊക്കെ ഉണ്ട്. ഫോട്ടോഗ്രാഫേഴ്സ്, പിന്നെ ഈ ചിത്രം വരയ്ക്കുന്നവർ മുതൽ വയലിനിസ്റ്റുകൾ, എന്തൊക്കെയെന്ന് നിങ്ങൾ പറ. ഇതിൽ ഈ ആർട്ടിസ്റ്റുകൾക്ക് മനസ്സിലാവും ശരിക്കും. പലയിടത്തും പറ്റിക്കലാണ്. വിളിച്ചുകൊണ്ടിട്ട് ഈ ആർട്ടിസ്റ്റുകൾ പറയില്ല, ചിലർ തുറന്ന് ചോദിക്കൂല, ചിലർ പറയില്ല, എന്തെങ്കിലുമൊക്കെ തരുമെന്ന് വിചാരിക്കും, പ്രതീക്ഷിക്കും. ഇവർക്ക് ചിലവില്ലേ ഈ സ്പീക്കിങ്ങിന്? നല്ല ചിലവില്ലേ? ഈ ആളവിടെ എത്തണ്ടേ, ഈ ബോഡി അങ്ങോട്ട് എത്തണ്ടേ? ഇപ്പോൾ തന്നെ നോക്കിയാൽ ഞങ്ങൾ ഇന്നലെ വന്ന്, എൻ്റെ കാര്യം ഞാൻ പിന്നെ പറയാം. ഈ ആർട്ടിസ്റ്റുകൾക്ക് പൈസ കൊടുക്കാൻ പഠിക്കണം. ഇവർക്കൊക്കെയും ചിലവുണ്ട്, ഇതിനുവേണ്ടി ഒരുങ്ങലുണ്ട്, ഒരു ദിവസത്തെ മെനക്കെടുണ്ട്, യാത്രയുണ്ട്, ഡ്രസ്സ് വാങ്ങിക്കലുണ്ട്. ആളുകൾ ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞാൽ തുപ്പലത്തിൻ്റെ ചിലവ് മാത്രമേ ഉള്ളൂ. അതാ ഇത് അവിടെ വെള്ളടി നടക്കുന്നു, അവിടെ കള്ളൂടി നടക്കണു, പകല് മരത്തിൻ്റെ ചുവട്ടിലിരുന്നിട്ട് റോഡ് സൈഡിൽ നൈസ്. അങ്ങനെ തിരിക്കണ്ട അടിച്ചോട്ടെ. പിന്നെ അത് അവരുടെ കരളായി അല്ലേ, അവരുടെ കരളും കൂടി തീരുമാനിക്കട്ടെ. പിന്നെ ഞാൻ പറഞ്ഞു തന്നതാണ്, നിങ്ങളൊരു ഗിഗ് വർക്കറാണെങ്കിൽ, അതായത് സാലറിയുടെ അല്ലാതെ ഒരു സെർട്ടൺ എമൗണ്ട് ഓഫ് ടൈമിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഇത് പലരും അനുഭവിച്ചിട്ടുണ്ടാവും, പൈസ തരാതെ പറ്റിക്കുന്ന പരിപാടി. അപ്പോൾ ഞാൻ ആ സ്റ്റേജിൽ പറയുണ്ടായി, എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ സ്റ്റേജിൽ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ നല്ല പൈസ വാങ്ങിക്കും, നന്നായി പൈസ വാങ്ങിക്കും, പൈസ വാങ്ങിച്ച വിവരം അറിയിക്കുകയും ചെയ്യും. അതിന് അവർക്കും ഗുണമുണ്ടാവും. പൈസ പറഞ്ഞു വാങ്ങിക്കണം. എൻ്റെ പൈസ കൃത്യമായി വന്ന് അത് അഡ്വാൻസ് അക്കൗണ്ടിൽ വന്ന് പ്രോഗ്രാമിൽ കയറുന്നതിന് മുമ്പ് ബാക്കി പൈസയും വാങ്ങിച്ചിട്ടേ ഞാൻ പ്രോഗ്രാമിലേക്ക് കയറുള്ളൂ. അതെന്നെ ഇവർക്കൊക്കെ അറിയാം, അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുള്ളൂ. വളരെ വിശ്വാസമുള്ള ടീമിനെ മാത്രമേ ഞാൻ അഡ്വാൻസ് ഇല്ലാതെ ഒരു പരിപാടി ചെയ്തിട്ടില്ല. ഏതെങ്കിലും പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ അഡ്വാൻസ് ഇല്ലാതെ? ഇല്ല, ഒരു പ്രോഗ്രാം ചെയ്തിട്ടില്ല. ഈ ഇവൻ്റ് കഴിഞ്ഞിട്ടുള്ള പൈസ വളരെ വിശ്വാസമുള്ള ചിലവരുടെ അടുത്ത് മാത്രം ഇവൻ്റ് കഴിഞ്ഞിട്ട് തന്നാൽ മതി, അവർ തന്നോളൂ, അത് നമുക്കറിയാവുന്ന ടീമുണ്ട്. ഞാൻ വാങ്ങിക്കും. അതിൻ്റെ ഗുണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഇപ്പോൾ ഒരു പൈസ ഇറക്കണം, പൈസ ഇറക്കി കഴിഞ്ഞാൽ പൈസ വരും. അല്ലാതെ
ആർട്ടിസ്റ്റിനുള്ള പൈസ പിശിക്കരുത്. ആയിഷക്കുട്ടിക്ക് എത്രയോ പേര് നമ്മളെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാറെന്ന് പറയാം ഈ ഇൻഡസ്ട്രി നശിപ്പിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അണ്ടർ കട്ട് ചെയ്ത് പ്രൈസ് കട്ട് ചെയ്തിട്ട് തൽക്കാലത്തേക്ക് അവർക്ക് ഇവൻറ്റുകളും പ്രോഗ്രാമുകളും അല്ലെങ്കിൽ വർക്കൊക്കെ കിട്ടും. പക്ഷേ അൾട്ടിമേറ്റ്ലി ആ ഇൻഡസ്ട്രി നശിപ്പിക്കും. ഒരു ക്യാമറ എടുത്തിട്ടുണ്ട് ഇറങ്ങും, എന്നിട്ട് ഫ്രീലാൻസ് എന്നുള്ള പേരിൽ ഈ മറ്റേ സ്റ്റുഡിയോ ഒക്കെ വെച്ച് ഏറ്റവും പുതിയ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാവും. ഇവരെ പകുതിയിൽ താഴെ പൈസയ്ക്ക് ഇവന്മാർ എടുക്കുകയും ചെയ്യും. ഫ്രീലാൻസുകാർ പാടില്ല എന്നല്ല, പക്ഷേ പൈസ വാങ്ങിച്ചു തുടങ്ങണം എല്ലാവരും, എന്നാലേ വിപണിയിലേക്ക് പൈസ ഇറങ്ങുള്ളൂ. ആ ഇൻഡസ്ട്രി നശിപ്പിക്കരുത്. ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ആയാലും ആയിഷക്കുട്ടിയുടെ ആ ഉദ്ഘാടനത്തിന് ആ കുട്ടിയെ വിളിച്ചുകൊണ്ടിട്ട് അതിന് ട്രോഫി കൊടുക്കുന്നതിന് പകരം അത് ചോദിച്ച് പൈസ കൊടുക്കുന്നു വേണം. എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ എന്നെ ഇഷ്ടം പോലെ പറ്റിച്ചിട്ടുണ്ട് ആൾക്കാർ. ഇത് തുടക്കത്തിൽ 750 രൂപയ്ക്ക് ഡീസലടിച്ച് പോയിട്ട് ക്ലാസ് എടുത്തിട്ട് 250 രൂപ കിട്ടിയിട്ടുണ്ട് എനിക്ക്. എന്നിട്ട് സൂക്ഷിച്ച് ചിലവാക്കണം എന്ന് പറഞ്ഞിട്ടാണ് തന്നത് 250 രൂപ. ഇപ്പം അങ്ങനെയല്ല, 1 രൂപ പോലും വാങ്ങിക്കാത്ത 500-ലധികം പ്രോഗ്രാം ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇപ്പോൾ പൈസ വാങ്ങിക്കുന്ന അവസ്ഥയിലെത്തിയത്. ഇപ്പോൾ കൃത്യമായിട്ട് പൈസ പറഞ്ഞു വാങ്ങിക്കും. അങ്ങോട്ട് തിരിച്ചാൽ വെള്ളടിയുടെ സീൻ കിട്ടൂട്ടാ. വേണ്ട. ഇപ്പോൾ കൃത്യമായിട്ട് പൈസ പറഞ്ഞു വാങ്ങിക്കും. അപ്പോൾ ഈ ആർട്ടിസ്റ്റുകളോടും പറയാനുള്ളത്, പറഞ്ഞ് പൈസ വാങ്ങിക്കണം. നമ്മളൊരിക്കലും പുഷും പുള്ളും ഉണ്ട് മാർക്കറ്റിംഗ്. നമ്മൾ അങ്ങോട്ട് പുഷ് ചെയ്യാൻ നിൽക്കരുത്. ഇങ്ങോട്ട് ഞാൻ ഇന്നേ വരെ ഒരാളെ പോലും ഫോളോ അപ്പ് ചെയ്തിട്ടില്ല. നമ്മൾ ആരെങ്കിലും ഫോളോ അപ്പ് ചെയ്തിട്ട് എന്താണ് ആ പ്രോഗ്രാമിൻ്റെ അവസ്ഥ എന്തായെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. ഒരാളെ പോലും ഫോളോ അപ്പ് ചെയ്തില്ല. ഇപ്പോഴും നോക്കിക്കേ എത്ര പേർക്ക് മറുപടി കൃത്യമായിട്ട് ആ ഇതിൻ്റെ എന്തായിരുന്നു നമ്മളിതുവരെ മറുപടി കൊടുത്തിട്ടില്ല. അവർ വേണമെങ്കിൽ വരട്ടെ, നമ്മളെന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചു, പ്രോഗ്രാമിന് എമൗണ്ട് ചോദിച്ചു. വെള്ളടി കാരണം വന്ന് കാർമ്മച്ചാരിയിലും പിന്നെ വെള്ളടി നമുക്ക് എഫക്റ്റായി തുടങ്ങിയിട്ടാണ്. അവർ വിളിച്ചു, എമൗണ്ട് ചോദിച്ചു, പിന്നെ റെസ്പോൺസ് ഒന്നുമില്ല. നമ്മൾ അങ്ങോട്ടും വിളിക്കാറില്ല. പിന്നെ എന്താ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാറില്ല. ഇങ്ങോട്ട് വിളിക്കുന്നു, ഒരു എമൗണ്ട് പറയുന്നു, നോ ഡിസ്കൗണ്ട്. വർക്കിലും ഡിസ്കൗണ്ട് ഇല്ല, പൈസയിലും ഡിസ്കൗണ്ട് ഇല്ല. ബെസ്റ്റ് കൊടുക്കും. നമുക്ക് ആ പ്രോഗ്രാം പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ പൈസ മുഴുവൻ തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ്. ഇഷ്ടപ്പെടാത്ത 2-3 പ്രോഗ്രാമുകൾക്ക് ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്, പക്ഷേ അവരത് വാങ്ങിച്ചില്ല. അങ്ങനെയുണ്ടല്ലോ, എല്ലാ പ്രോഗ്രാമും അതിഗംഭീരമൊന്നും ആവില്ല. അപ്പോൾ ഡിസ്കൗണ്ട് ഒന്നും ആവശ്യമില്ല ആൾക്കാർക്ക്. പ്രോഗ്രാമിൻ്റെ പൈസ വാങ്ങിക്കുക. നമ്മൾ പുള്ളാണ്, അതായത് പ്രോഗ്രാം ഇങ്ങോട്ടാണ് വരുന്നത്. ഇപ്പോൾ അവസ്ഥ അങ്ങനെയാണ്, ആളുകൾ ഇങ്ങോട്ട് വരും. നമ്മൾ ഫോളോ അപ്പ് ചെയ്യാറില്ല. നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് എന്താ വിളിക്കാത്തത്, എനിക്കൊരു ഇവൻ്റ് തരുമോ, എനിക്ക് വർക്ക് തരുമോ, ഇത് ചോദിക്കുന്നിടത്താണ് ആദ്യത്തെ തെറ്റ്. അത് ചെയ്യരുത് എന്നാണ് ഞാൻ പറയുക. പിന്നെ ഫോണിൽ വ്യക്തമായി കാര്യങ്ങൾ പറയുക. ഞാൻ ഇത്രയും എനിക്ക് എക്സ്പെൻസ് ഉണ്ട്, ഇത് അപ്പോൾ പിന്നെ ഇതിന് ഇത്ര രൂപ കിട്ടണം, അങ്ങനെയാണ് നമുക്ക്. അപ്പോൾ അവർക്കും ചില സംഘാടകർക്ക് ഇത് അറിയാണ്ടായിരിക്കും, ഇയാൾക്ക് പൈസ ആവശ്യമുണ്ടോ ആവശ്യമില്ലെന്ന് അറിയാതെ ആയിരിക്കും. അറിയില്ലല്ലോ പലർക്കും ഇത് ഇത്രയും എമൗണ്ട് ഇൻവോൾവ് ചെയ്യുന്നൊരു സംഗതിയാണെന്ന് അറിയാതെ ആയിരിക്കും. അപ്പോൾ അവരൊരു കാര്യം പറയാം, നടക്കട്ടെ, അല്ലെങ്കിൽ വേണ്ട. എത്ര പ്രാവശ്യം ഈ ചുരുട്ടിയിട്ടൊക്കെ പൈസ തരും. എനിക്ക് അങ്ങനെ തന്നിട്ടുണ്ട്, ചുരുട്ടിയിട്ടൊക്കെ തന്നെ പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുരുട്ടിയിട്ട് ഇങ്ങനെ തരും. നമുക്കിങ്ങനെ ടെൻഷൻ, അത് എത്രയെന്ന് അറിയണ്ടേ. എന്നിട്ട് തിരിച്ച് വണ്ടിയിൽ കയറിയിട്ട് ഇങ്ങനെ റെഡി നോക്കുമ്പോൾ മിക്കവാറും സങ്കടമാണ് ഉണ്ടാവുക. പിന്നെ ചുരുട്ടി നിർത്തി അക്കൗണ്ടിൽ വരുമ്പോൾ ടോ എന്നുള്ള സൗണ്ട് മതി നമുക്ക്. അപ്പോൾ ഐഷക്കുട്ടിക്കും കൂടി വേണ്ടി ഞാൻ സംസാരിച്ചാണ്. ഐഷക്കുട്ടിക്ക് മാത്രമല്ല, ഇതുപോലെ ഗിഗ് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി സംസാരിച്ചാണ്. പല ഏരിയയിലും ഉണ്ട്. കുറഞ്ഞ പൈസയ്ക്ക് വർക്ക് എടുപ്പിക്കാൻ നോക്കലും, പിന്നെ എന്താ പറയുക, വേണ്ടത്ര പൈസ കൊടുക്കാതിരിക്കലും ഒക്കെ ഉണ്ട്. അപ്പോൾ ദിസ് ഈസ് അവരുടെ ഒരു ഉപജീവനമാർഗം കൂടി ആണ്. അത് വന്ന് ഒരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് ഇറങ്ങിയ നല്ല പണിയൊക്കെ ഉണ്ട്. അപ്പോൾ പൈസ കൊടുക്കാൻ സംഘാടകരും പൈസ ചോദിച്ചു വാങ്ങാൻ ആർട്ടിസ്റ്റുകളും ശ്രദ്ധിക്കണം. അത് നല്ല എമൗണ്ട് തന്നെ വാങ്ങിക്കണം. എന്നിട്ട് ഗംഭീരമായിട്ട് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുക. ഞാൻ ഈ പ്രോഗ്രാം ടെൻസിങ്ങിൻ്റെ നല്ല എമൗണ്ട് വാങ്ങിച്ചിട്ടല്ലേ നമ്മൾ ചെയ്തത്. ഡിസ്കൗണ്ട് പോലും ചോദിക്കാതെ അവർ ചെയ്തു. അപ്പോൾ അതിന് ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ ടീമിനോട് പറഞ്ഞത്, നമുക്ക് എന്തൊക്കെയാണ് അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക അത് മുഴുവൻ കൊടുക്കുക. ആ സപ്പോർട്ടിൻ്റെ റിസൾട്ട് അവർക്ക് കാണുന്നു. ദാറ്റ്സ് ഇറ്റ്.